ഗേറ്റ് മുഴുവൻ ഇടിച്ച് തകർത്ത് തൂണുമെല്ലാം തകർത്ത് എൻ്റെ അടുക്കള ഭാഗത്തെ ഒരു തൂണിൻ്റെ അതേലെ വണ്ടി വന്ന് ഇടിച്ച് നിൽക്കുകയാണ്. ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഡോക്ടറുടെ ഒരു എംബ്ലം വെച്ച ഒരു കാറും കൊണ്ടൊക്കെയാണ്. പുള്ളി ഡോക്ടറും അല്ല ഒന്നുമല്ല, ശരിക്കും മദ്യപിച്ചിട്ട്. മദ്യലഹരിയിൽ അമിത വേഗതയിൽ ഓടിച്ച കാറ് വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറി. കോട്ടയം കറുകച്ചാലിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. പനയമ്പാല സ്വദേശിയായിട്ടുള്ള ലിംസി ജോർജിന്റെ വീട്ടിലേക്കാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി അമിത വേഗതയിലെത്തിയ കാറ് ഇടിച്ചു കയറിയത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായിട്ടുള്ള പ്രിൻറ്റോ ഫിലിപ്പാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പ്രിൻറ്റോയ്ക്കെതിരെ കറുകച്ചാൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കറുകച്ചാൽ മല്ലപ്പള്ളി റോഡാണ്. വലിയൊരു വളവുള്ള പ്രദേശം കൂടിയാണ്. കറുകച്ചാലിൽ നിന്നാണ് ഈ വാഹനം എത്തിയത്. ഇവിടെ വളവ് തിരിക്കേണ്ടതിന് പകരം ഈ ഒരു വഴിയിലൂടെ ഈ വീടിനകത്തേക്ക് കാറ് ഇടിച്ചു കയറുകയാണ് ചെയ്തത്. വീടിൻ്റെ മതിലും ഗേറ്റും അടക്കം തകർത്തുകൊണ്ട് വീടിനകത്തേക്ക് ഈ വാഹനം അമിത വേഗതയിൽ കയറിപ്പോവുകയായിരുന്നു. പിന്നീട് വീടിൻ്റെ ഭിത്തിയിൽ ഇടിച്ചാണ് ഈ വാഹനം നിന്നിരിക്കുന്നത്. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ചെടിച്ചട്ടികളടക്കം പൂർണ്ണമായി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട്ടുടമ പറയുന്നത്. ഈ വാഹനത്തിൻ്റെ രേഖകൾ വെബ്സൈറ്റിൽ പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന് നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സംഭവത്തിൽ എന്താണെങ്കിലും പ്രിൻറ്റോ ഫിലിപ്പിനെതിരെ കറുകച്ചാൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. 11 മണിയോടുകൂടി നല്ല ഉറക്കത്തിലല്ലായിരുന്നു ഞാൻ. പക്ഷന്നൂരിൽ ഭയങ്കരമായ വീടിനോട്ട് വന്ന് ഇടിക്കുന്നത് പോലെ ഇടിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു റോഡിൽ വണ്ടി വല്ലതും മറിഞ്ഞതായിരിക്കും എന്ന് കണക്കാക്കി ഞാനിങ്ങനെ എഴുന്നേറ്റ് വന്ന് കതക് തുറന്നു നോക്കിയപ്പം ഇവിടെ മുഴുവൻ ചില്ല് ഗ്ലാസ് എല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കുന്നു. ഒരു കാർ ഇങ്ങനെ എൻ്റെ അടുക്കള ഭാഗം വരെ പോയി അവിടെ കിടക്കുന്നു. പിന്നീടാണ് ഞാൻ ഈ ഗേറ്റ് നോക്കുന്നത്. ഗേറ്റ് മുഴുവൻ ഇടിച്ച് തകർത്ത് തൂണുമെല്ലാം തകർത്ത് അത് ഗേറ്റെല്ലാം ഏറി ഒരു മനുഷ്യന് മാറ്റിയിടുന്നത് പോലെ വേറൊരു സ്ഥലത്തേക്ക് തെറിച്ചു പോയേക്കുകയാണ്. പിന്നെ അത് വന്ന വരവ് എൻ്റെ വരാന്തയിലെ ഗ്രാനൈറ്റ് അതിൻ്റെ കൂടെ അതേലിടിച്ച് അതേ കൂടെ കയറി അടുക്കളയുടെ ഭിത്തിക്ക് കേടുപാട് വരുത്തി അവിടെ ഉണ്ടായിരുന്ന PVC പൈപ്പുകളും പ്ലംബിങ്ങിൻ്റെ പൈപ്പുകളും എല്ലാം തകർത്ത് അടുക്കള ഭാഗത്തെ ഒരു തൂണിൻ്റെ അതേലെ വണ്ടി വന്ന് ഇടിച്ച് നിൽക്കുകയാണ്. അന്നപ്പോഴത്തേക്ക് അവിടെ അടുത്തുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ ഓടി വന്ന് അവർ വന്ന് ഡോറ് തുറന്ന് നോക്കുമ്പോൾ ആ പയ്യൻ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. യാതൊരു ഇതുമില്ലാതെ കൊണ്ട് പിന്നെ അവർ പിടിച്ചിറക്കുകയായിരുന്നു. പിടിച്ചിറക്കി നോക്കി അപ്പോഴേ അവർക്ക് മനസ്സിലായി വെള്ളമടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത്. ശരിക്കും മദ്യപിച്ചിട്ട് അവൻ പറയുന്നതൊന്നും അല്ല, സത്യമൊന്നുമല്ല. അതൊരു ഡോക്ടറുടെ ഒരു എംബ്ലം വെച്ച ഒരു കാറും കൊണ്ടൊക്കെയാണ് ഓടിക്കുന്നത്. പുള്ളി ഡോക്ടറും അല്ല ഒന്നുമല്ല. പുള്ളിക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. നമ്മുടെ ഇവിടെ ഇത്രയും അപകടങ്ങളൊക്കെ വരുത്തി വെച്ചത് മാത്രമേ ഉള്ളൂ. പോലീസിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. പോലീസ് ഇവിടെ വന്നു ആ പയ്യനെ കൊണ്ടുപോവുകയും ചെയ്തു. മദ്യപിച്ചിട്ടാണെന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വെച്ചാൽ വണ്ടി ഇപ്പോഴും ഇവിടെ തന്നെ കിടക്കുന്നതേ ഉള്ളൂ. വണ്ടി ക്രെയിൻ വന്നാലേ അത് എടുക്കാൻ പറ്റും. അതുപോലെ സ്റ്റക്കപ്പായിട്ട് കിടക്കുക. അതിൻ്റെ ഒത്തിരി ചെടിച്ചട്ടികളെല്ലാം തകർത്ത് മുറ്റത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ആൻറ്റി ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. ഭയന്നു പോയില്ലേ? ഞാൻ ആകെ അങ്ങ് ഭയന്നു പോയി. ഞാൻ എഴുന്നേറ്റ് നിന്ന് എനിക്ക് ഗേറ്റിൻ്റെ അവിടോട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഒത്തിരി നേരം ഇങ്ങനെ പിന്നെ നമ്മുടെ അടുത്തുള്ള എല്ലാ വീട്ടിലെയും പയ്യന്മാരെല്ലാവരും കൂടെ ഓടി വന്ന് ആൻറ്റി വിഷമിക്കേണ്ട, ഞങ്ങളിവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പിന്നീട് ക്യാമറ നോക്കിയപ്പോഴും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. അത് റോങ് സൈഡിൽ കൂടാണ് വന്നതും. കറുകച്ചാലിൽ നിന്ന് വരണ്ട സൈഡിൽ കൂടെ അല്ല വന്നത്. റോങ് സൈഡിൽ കൂടെ വന്ന് ആ ടേണിങ് തിരിയുന്നതിന് പകരം ഇവിടെ പഞ്ചായത്ത് റോഡിലേക്ക് കയറിയിട്ട് പിന്നെ തിരിച്ചതാണ് മതിലും എല്ലാം തകർത്ത് കാറിവിടെ വന്ന് കിടക്കുന്നത്. നമുക്ക് ആകെ കൂടി എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും? എൻ്റെ വീട് പണിത് എൻജിനീയർ ഇവിടെ ഇന്നലെ വന്ന് ഈ ഡാമേജ് എല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷം പുള്ളി പോയി ഇതെല്ലാ കാര്യങ്ങളും നോക്കി. അവർ തന്നെയാണ് എല്ലാ പണികളും ചെയ്തിട്ടുള്ളത്. അപ്പം അവർ പോയി എസ്റ്റിമേറ്റ് എടുത്ത് 2 lakhs അവർ എസ്റ്റിമേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ആ എസ്റ്റിമേറ്റും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പം വണ്ടി ഓടിച്ച ആളിൻ്റെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ എസ്റ്റിമേറ്റ് തുക അവർ കേട്ടം പറഞ്ഞു അവർക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറയുന്നു അങ്ങനെ ഉണ്ടെന്ന് വരിയില്ല, എൻ്റെ മൊഴി എടുത്തിട്ട് കേസിലേക്ക് പോകാം എന്ന് പറയുന്നു. അപ്പോൾ അന്നേരം ഇവരൊന്ന് കണ്ടോട്ടെ ഇവിടെ എന്താ സംഭവിച്ചതെന്നുള്ളത്. 2 ദിവസമായിട്ട് ഇവിടെ വന്ന് ഇവർ ഈ വണ്ടിയോ ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പം അവരിവിടെ വന്നിപ്പം ഈ
കാറും ഈ ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം അവർ കണ്ടു കഴിഞ്ഞിട്ട് അവർ പറയുന്നത് അവർ പണിയിപ്പിച്ച് തരാമെന്ന് പറയുന്നു. പക്ഷന്നൂരിൽ എനിക്ക് എൻ്റെ എൻജിനീയറുടെ പണിക്കാരുടെ സാന്നിധ്യത്തിൽ ഈ മെറ്റീരിയൽസ് എടുക്കുകയും വേണം, പണിയുകയും വേണം. അതുമാത്രമാണ് ഉള്ളത്. പിന്നെ എനിക്ക് വന്ന നഷ്ടങ്ങൾ എൻ്റെ പണിക്കാരുടെ സാന്നിധ്യത്തിൽ ചെയ്യണം. അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻഷുറൻസ് തീർന്നതാണെന്നും ഒക്കെയുള്ള ഒരിത് വരുന്നുണ്ട്. അതാ ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഡോക്ടറുടെ എംബ്ലം വെച്ചും കൊണ്ടാണ് ഈ പയ്യൻ ഈ കാർ ഓടിക്കുന്നത്. എന്നാലും നമുക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം അവരത് പൂർണ്ണമായി നികത്തി നൽകണം, അല്ലെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പൂർണ്ണമായിട്ട് അത് നികത്തി തരണം. മദ്യപിച്ചിട്ട് തന്നെ വണ്ടി ഓടിച്ചതാണെന്നുള്ളത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇതുണ്ട്, റെക്കോർഡുണ്ട്. കാരണം ആ പയ്യനെ പോലീസ് കൊണ്ടുപോയതാണ്. നമുക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്ക് വന്ന നഷ്ടം എനിക്ക് നികത്തി തരണം, അത്രമാത്രം. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 2 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വീട്ടുടമ പറയുന്നത്. എന്താണെങ്കിലും ഈ സംഭവത്തിൽ മല്ലപ്പള്ളി സ്വദേശിയായിട്ടുള്ള പ്രിൻറ്റോ ഫിലിപ്പിനെതിരെ കറുകച്ചാൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കറുകച്ചാലിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.